അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോട്ടെ, ബെസ്റ്റ് ഫ്രണ്ടിനെ. പിന്നെ അതേപോലെ എനിക്ക് ഇന്നലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് ഒരു ഓർഡർ കിട്ടീന്, അത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ രണ്ടിനും കൂടി പോവാണ്. പിന്നെ ഓളെ ഞാൻ കണ്ടിട്ട് കുറേ അയക്കണം കേട്ടോ. ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പെണ്ണുങ്ങളാട്ടോ. ഞങ്ങളൊപ്പം ട്രിപ്പൊക്കെ പോയിക്കണേ. അപ്പോൾ ആളെ കുറേ ആയി മീറ്റ് ചെയ്തിട്ട് നമ്മൾ കുറേ ആയി പ്ലാൻ ചെയ്യണം, കൂടണം. ഇന്നാണ് അതിന് പറ്റിയത്. പിന്നെ എൻ്റെ ബാക്കിൽ എൻ്റെ പാപ്പനെ മക്കളും എൻ്റെ അനിയനായിട്ട് ഇരിക്കുന്നത് ഒരു പടം കാണാൻ. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ കേൾക്കും. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഗിഫ്റ്റ്. ഇത് ഞാൻ പൊയിഞ്ഞ് കൊടുന്ന് സെറ്റാക്കി വെച്ചു. എൻ്റെ അനിയൻ ഇതൊക്കെ ഇപ്പോൾ ശരിയാക്കും. ഇജ്ജ് പോരുന്നുണ്ടാ? ആ ബാ പോവാം. ഞാൻ പോവട്ടാ. ബൈ ബൈ. സലാം ഉണ്ടോ? സലാം അലൈക്കും. ആ ഇജുണ്ട്. ജിൻ്റെ കൂടെ പോകാനുണ്ടാ കുഞ്ഞാ? ജിൻ്റെ കൂടെ പോകാനുണ്ടാ? ഞാൻ പോയിക്കാം. നാളെ എറുമ്പുണ്ടോ അവിടെ? അപ്പോൾ ഓനോട് ഞാൻ വാതിലടച്ചുകൊണ്ട് ഉള്ളിൽ പോകാനെ പറഞ്ഞു. പക്ഷെ ഓൻ എന്ത് ചെയ്ത് വാതിൽ തുറന്നിട്ടാണ്ട് പുറത്തേക്ക് വന്നിട്ടാ. ഓൻ എൻ്റെ കൂടെ പോരാനുള്ള ഭയങ്കര അടവാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ ഉണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഞാനിവിടെ നിർത്തുന്നത്. ഇവിടെ നിന്ന് തന്നെ എനിക്ക് ബസ് കിട്ടും. വീടിൻ്റെ മുന്നിൽ തന്നെ എനിക്ക് ബസ് കിട്ടും കേട്ടോ. അപ്പോൾ ആളിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. ഞാൻ എന്തെങ്കിലും പോവുക ചോദിച്ചാൽ അങ്ങനെ ആളെ ഒരു വിധം ഒഴിവാക്കിയാണ് ഞാൻ പിന്നെ വീടിൻ്റെ അടുത്തുനിന്ന് ബസ് കിട്ടാതെ ഇപ്പം ഞാൻ അങ്ങാടി പോയിട്ട് അപ്പോഴാണ് എനിക്ക് ബസ് കിട്ടിയത്. മറ്റേ ഞാൻ കുറേ വെയിറ്റ് ചെയ്ത്. അങ്ങനെ ഇപ്പം ഞാൻ കോട്ടക്കൽ അൽമാസിൻ്റെ മുന്നിലാണുള്ളത്. ഓർഡർ ചെയ്ത ആൾ ഇവിടേക്ക് വരുന്ന പറഞ്ഞാൽ അത് വേറെ ആരുമല്ല കേട്ടോ, എൻ്റെ കൂടെ പഠിച്ച ഒരാളാണ്. എൻ്റെ കൂടെ ഇഗ്നോ പഠിച്ച ഒരു ഫ്രണ്ടാണ്. പോളെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഓൾക്ക് വിളിച്ചപ്പോൾ ഓളെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഓള് ഞാനിവിടെ എത്തിയിട്ട് വരാൻ വിചാരിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഓളെത്തുമ്പോൾ എന്തായാലും അരമണിക്കൂറാവുമെന്ന് അറിയണോണ്ട് ഞാൻ അൽമാസിൻ്റെ മുന്നിൽ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ്. അവസാനം അവിടെയുള്ള വാച്ച്മാൻ പറഞ്ഞു മോളെ ഭയങ്കര വെയിലാണ്, ഉള്ളിൽ പോയിരുന്നോന്ന്. അങ്ങനെ അവിടെ പോയിരുന്ന് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ഇരുന്നപ്പോൾ ഇതിന് ആളെത്തി. അപ്പോൾ ഓർഡർ വാങ്ങാൻ വന്ന ഓളല്ല കേട്ടോ എത്തിയത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരാളെ മീറ്റ് ചെയ്യാൻ പോകണ്ടെന്ന്. ആ ആളിട്ടോ വന്നത്. അങ്ങനെ ഓൾ ഇവിടെ ബസ് സ്റ്റോപ്പിലുണ്ട് എന്നാണ്. ആദ്യം ഞാൻ വേറൊരു ബസ് സ്റ്റോപ്പിൽ പോയി, പിന്നെ ഓൾ പറഞ്ഞ ഐഡിയയിൽ വന്ന് അങ്ങനെ ഫൈനലി ഞങ്ങൾ രണ്ടാളും മീറ്റ് ചെയ്ത് പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേനും ഞാൻ പറയല്ലേ എൻ്റെ ഓർഡർ കൊടുക്കാനുള്ള ഓളും വന്ന്. അങ്ങനെ പിന്നെ അതും കൊടുത്തതിന് ഞങ്ങൾ നേരെ സൈൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരികയാണ്. പക്ഷേ എൻ്റെ കൂടെ ഉള്ള ആൾ ഓള് കുറേ ആട്ടോ ഓളെ ഹസ്ബൻഡിൻ്റെ കൂടെ വന്നതാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ. അങ്ങനെ പിന്നെ അവിടെ ചെന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ സൈൻ കഫേൻ്റെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ ഔട്ട്ലുക്ക് ഒന്ന് നോക്കണേ. എന്താ അടിപൊളിയില്ലേ ഈ വെയിലത്ത് അവിടെ എത്തിയപ്പോൾ എന്തൊരു ആശ്വാസമായിരുന്നു എന്നറിയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം അതാട്ടോ. അതായത് സേവ് ദ ഡേറ്റ് ചെയ്യാൻ വന്ന കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്യാൻ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി. ഇവിടെ അടിപൊളി ഔട്ട്ഡോറൊക്കെ നല്ല അടിപൊളി സെറ്റപ്പാട്ടാ. അങ്ങനെ പിന്നെ ഞാൻ നേരെ കയറി ഫുഡ് കഴിക്കാനുള്ള പ്ലാനിന് ഷോള് പറഞ്ഞ് നമുക്ക് മുകളിലാണ്, ഫാമിലീസിനാണ് അടിയിൽ നിന്ന്. പിന്നെ ബേബീസിനെ കൊണ്ടുവരാണെങ്കിൽ നേരത്തെ കണ്ടില്ലേ അതേപോലത്തെ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടമായത് ഇവിടുത്തെ ഇൻറ്റീരിയലും അതേപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അത് അടിപൊളി, അത് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. എനിക്ക് എന്താ അറിയില്ല ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നല്ല അടിപൊളി സെറ്റപ്പാണെന്ന് തന്നെ പറയാം. പിന്നെ ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്ത് ലൈമിന് കാരണം നല്ല ചൂടത്ത് വന്നാണ് രണ്ടാളും നല്ല ദാഹിച്ചിനി. അങ്ങനെ പിന്നെ ആദ്യം ലൈമ തുടങ്ങി. പിന്നെ ഞങ്ങൾ ചിക്കൻ ഫ്രൈഡ് റൈസും അൽഫാമുമാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതിൻ്റെ കൂടെ കൊടുക്കുന്ന ഈ 3 സംഭവങ്ങളാട്ടോ. അതിൽ ഒന്ന് തക്കാളി സോസും, ഒന്ന് കാന്താരിൻ്റെ ഒരു സംഭവം, പിന്നെ ഒന്ന് നമ്മളെ സാധാ ചില്ലി സോസാണ് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. മുളകിൻ്റെ ഒക്കെ എന്തോ ഒരു സംഭവമാണ്, നല്ല എരിവുണ്ട് ഇനി. അങ്ങനെ പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് കുറേ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ എന്താ പറയുക ആവി പറയണം, നല്ല രസം. കണ്ടാൽ തന്നെ റിപ്പണ്ടുണ്ടാക്കി ഫ്രഷ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിനി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇന്നേ വരെ കഴിച്ചതിൽ ഇത്രയും വൃത്തിയില്ല കണ്ട. അതിൻ്റെ പ്ലേറ്റൊക്കെ കണ്ട ഫുള്ള് വടിച്ച് കഴിച്ചത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇനിയും ഇങ്ങോട്ട് വരാൻ നല്ല ബുദ്ധിമുട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബില്ല് പേ ചെയ്യാൻ പോയി. അപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. വേറെ ഒന്നുമില്ല, നെറ്റിൻ്റെ ഇഷ്യൂ ആണോ എന്താണെന്ന് അറിയില്ല. ഞാൻ പേ ചെയ്തപ്പോൾ എക്സ്ട്രാ മണി ഒരു അക്കൗണ്ടിലേക്ക് പോയി.
പക്ഷെ എൻ്റെ ഫോണിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കേനെ. അപ്പോൾ എനിക്കറിയില്ലേനി. പക്ഷെ അവിടെ എന്താണ് ഇതിലിരുന്ന ആൾ പറഞ്ഞു പൈസ ഓൾറെഡി പേ ചെയ്തിട്ട് 2 വട്ടമായി കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടുത്തെ അതിൻ്റെ സാറൊക്കെ വന്ന് അങ്ങനെ മൂപ്പര് എനിക്ക് റീഫണ്ടൊക്കെ ചെയ്തു തന്നിട്ടോ. അങ്ങനെ ആ പ്രശ്നമൊക്കെ സോൾവ് ആയതിന് ശേഷം നമ്മൾ ചോക്കോബാർ വാങ്ങി. ഇവിടെ കുറച്ച് റൈറ്റ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇത് അതിൻ്റെ കഫേ ആണ് കേട്ടോ, സൈനിൻ്റെ. പിന്നെ അവിടെ സീ ഫുഡൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നടന്നതിൻ്റെ ശേഷം ജ്യൂസിൽ കയറി അവിടുന്ന് ലൈമൊക്കെ കുടിച്ചതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ അക്കൗണ്ട്ഷ്യയിൽ വന്നാട്ടോ, വെറുതെ ചുമ്മാ ഇവിടെ ഒരു പ്രാവശ്യം വന്നിക്കണേ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഇവളെ മുഖം കണ്ടോ, അവളാകെ കൊയിഞ്ഞാകെ പരിവയ്ക്കണം. ഓൾക്ക് വെയിലടിച്ചാൽ പെട്ടെന്ന് തലവേദന വരും. പിന്നെ ഞാൻ പറയാം നമുക്ക് നടക്കാതെ. അപ്പോൾ ഓൾക്ക് സത്യം പറഞ്ഞാൽ അവളെ പിടിച്ച് വലിച്ച് കൊണ്ടുവരാണ്, അവളാകെ ക്ഷീണിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫൈനലി കോട്ടക്കൽ ആയുർവേദശാലിൻ്റെ മ്യൂസിയത്തിലെത്തി. അപ്പോൾ ഇതാണ് കേട്ടോ മ്യൂസിയം. പക്ഷേ എന്ത് പറയാനാ ഗൈസ്, അത് തുറന്നിട്ട് മറ്റാളാണെങ്കിൽ കൊയങ്ങിയൊരു പരിവായിക്കിട്ട് ആളിൻ്റെ കൊല്ലാനുള്ള ദേഷ്യത്ത് നിൽക്കണം. അങ്ങനെ അവളോട് തന്നെ നമ്മളെന്തായാലും വന്നതല്ലേ, എന്തായാലും ഇവിടെ ഒന്ന് കയറിക്കാണ്ട് കാണാറുണ്ട്. പക്ഷേ ഓള് അപ്പോഴത്തെ സൈഡായിട്ട് അവൾക്ക് വെയിലടിച്ചാൽ തലവേദനേൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഓൾ അവിടെ പോയി ഇരുന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ക്ലോസ് ചെയ്തു. പക്ഷെ ഇവിടെ ഏറ്റവും വന്നല്ലേ വിചാരിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയൊക്കെ നോക്കി. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ കുറേ ആയിട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറണം എന്ന് ഇങ്ങനെ വിചാരിക്കണേ. പക്ഷെ ഓരോ കാരണം കൊണ്ട് പറ്റൂല. ഇൻഷാ അല്ലാ ഇനി ഒരു ദിവസം കൂടി ഇങ്ങോട്ട് വരണം. ഇവിടെ എൻട്രി ഫീ ഒന്നും ഇല്ല എന്നാണ് അവിടെ നിൽക്കുന്ന വാച്ച്മാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിന്ന് ഭാഗ്യല്ലേ ഗൈസ്. മറ്റാൾ ഇതാ ബാക്കിലേക്ക് ഉണ്ട് കേട്ടോ. ആളവിടെ പോയി ഇരുന്നതിൽ പിന്നെ നീച്ച് വന്നതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവളോട് പറഞ്ഞു അവിടെ പോയി ഇരുന്നു. പിന്നെ ഈ നിൽക്കുന്ന ആളെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഗൈസ്. എന്താ അറിയില്ല, എനിക്ക് എത്ര നോക്കിയിട്ട് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ താഴെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ആയുർവേദ ഹോസ്പിറ്റൽ കോട്ടക്കൽ. അപ്പോൾ ഇത് കുറേ ആൾക്കാർ ഇത് കേട്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. നല്ല അടിപൊളിയാട്ടോ, നല്ല സുഖം ഉണ്ടായിരിക്കാൻ. എന്താ ഓളം അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല ആംബിയൻസ് ആണെങ്കിൽ നല്ല ഇഷ്ടമായി. നല്ലൊരു തണുപ്പും ഭയങ്കര ചൂടാണ് പുറത്ത്. പക്ഷേ ഇവിടെ കയറിയപ്പോൾ എന്താ പറയുക, നല്ല മരങ്ങളും ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ഞങ്ങളവിടെ കുറേ നേരം ഇരുന്ന്. പിന്നെ ഈ സ്റ്റെപ്പുമ്പോൾ കൂടെ വല്ല കയറാൻ പറ്റുമോ നോക്കി. പക്ഷേ അവിടെ ഒക്കെ എന്താണ് ക്ലോസ് ആണ്. ഇപ്പോൾ ഈ വാരിയർ മ്യൂസിയം അതൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ക്ലോസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗായ്സ്. എന്തായാലും മൂഞ്ചി. പക്ഷേ സൈൻ റെസ്റ്റോറൻറ്റ് കയറി, അത് നല്ലൊരു ഇതേനി. പക്ഷെ നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിട്ടില്ല. നമ്മൾ എന്താ പറയുക, നമുക്ക് ഭയങ്കര ദാഹം ഇട്ടോ. ഇത്ര വെള്ളം കുടിച്ചിട്ടും ബോഡി അങ്ങോട്ട് ഉഷാറാവണില്ല. അപ്പോൾ ഞങ്ങൾ വാട്ടർ പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞു. പക്ഷേ അവിടെയുള്ള വാച്ച്മാൻ പറഞ്ഞാൽ അവിടെ ഉണ്ട്. അങ്ങനെ അവിടെ പോയി ആയുർവേദശാലയിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഓളെ ബസ്സൊക്കെ കയറ്റി വിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.